നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. നാളെ ഡിസംബർ 13 വെള്ളിയാഴ്ച തൃക്കാർത്തികയാണ്. ആദിപരാശക്തിയുടെ ജന്മദിനമാണ് തൃക്കാർത്തിക എന്നാണ് പറയുന്നത്. വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമിയും കൂടി വരുന്ന ദിവസമാണ് തൃക്കാർത്തിക. പക്ഷേ ഈ പ്രാവശ്യം വെള്ളിയാഴ്ച കാർത്തികയും പക്ഷേ പൗർണമി വരുന്ന ഞായറാഴ്ചയാണ്. പക്ഷേ നമ്മൾ കേരളീയരെ എപ്പോഴും കൂടുതലും പ്രാമുഖ്യം ഈ നക്ഷത്രത്തിന് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ നാളെയാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. തൃക്കാർത്തികയെ പറ്റി പറഞ്ഞു. ആദിപരാശക്തിയുടെ ദിനമാണ് തൃക്കാർത്തിക. അതുതന്നെയല്ല, മഹാലക്ഷ്മിയുടെ ജന്മദിനമാണ്. പിന്നെ ശ്രീ പാർവതിയുടെ ആണ്, തുളസീദേവിയുടെ ദിനമാണ്. ഇങ്ങനെ എന്തായാലും എല്ലാ ദേവിമാരുടെ ദിനം തന്നെയാണ്. അതുതന്നെയല്ല, നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പരിപാലനത്തിന് വേണ്ടി കൃത്തിക സ്ത്രീകൾ, ആ കൃത്തികാദേവി ഈ കുട്ടിയെ ഏറ്റെടുത്ത ദിവസവും ഈ തൃക്കാർത്തികയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എല്ലാവിധത്തിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് നമ്മളുടെ തൃക്കാർത്തിക. നമുക്ക് അതെങ്ങനെ ആഘോഷിക്കണം, ആചരിക്കണം എന്നൊന്ന് ചിന്തിച്ചാലോ? നമ്മുടെ ഏത് വ്രതവും ഏത് ആചാരമാണെങ്കിൽ തുടങ്ങുന്നത് അത് വീടും പരിസരവുമൊക്കെ ശുദ്ധിയാക്കുന്നതോട് കൂടിയിട്ടാണ് അല്ലേ? അത് 12-ാം തീയതി തന്നെ കഴിയുന്നത് നമ്മളെല്ലാവരും എല്ലായിടും അടിച്ചു വാരിയൊക്കെ നല്ല വൃത്തി തൂത്ത് തുടച്ചൊക്കെ ഇടണം. പക്ഷേ ഇപ്പോൾ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് നമ്മുടെ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞതേ ഉള്ളൂ. അന്ന് നമ്മൾ എല്ലാം വേണ്ട വിധത്തിൽ ചെയ്തതാണ്. എപ്പോഴും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ. എന്നാലും പറയുമ്പോൾ ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. അപ്പം അതെല്ലാം കഴിഞ്ഞു. 13-ാം തീയതി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെ വിളക്കൊക്കെ കൊളുത്തുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ പോവുക. ദുർഗയുടെ ആയാലും കുഴപ്പമില്ല. ദുർഗയുടെയും കൂടെ ജന്മദിനമാണ് കേട്ടോ ഇത്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇതിലൊന്നും തമ്മിൽ വ്യത്യാസമില്ല. നമ്മളുടെ ഈ പൂജയുടെ സൗകര്യത്തിനും പിന്നെ ഇവരെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യത്തിനുമൊക്കെ ഈ ഓരോ രൂപങ്ങളും ഓരോ ഭാവങ്ങളും ഒക്കെ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം അമ്മ തന്നെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോവുക. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുക. അത് ഇന്ന വഴിപാടൊന്നുമില്ല. ഒരു മാലയാകാം, ഇല്ലെങ്കിൽ പൂവാകാം, ഇല്ലെങ്കിൽ ഇനിയൊന്നുമില്ലെങ്കിൽ ഒരു ആ കാണിപാത്രത്തിൽ ഉള്ള പൈസ ഇടുക, എന്താണേലും ശരി. അല്ലെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണമെന്നുണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ മറക്കരുത്. അങ്ങനെ എന്തെങ്കിലും സമർപ്പിക്കാം. നമുക്ക് പറ്റുവാണ്, സമയമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമോ ദേവീ മാഹാത്മ്യമോ എന്തെങ്കിലും വായിക്കാം. ഇല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് വരിക. വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ ഇരുന്ന് നമ്മളുടെ ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാം. അതറിയാമല്ലോ, ദേവി മാഹാത്മ്യമുണ്ട്, പിന്നെ കനകതാരാ സ്തോത്രമുണ്ട്, പിന്നെ എന്താ ഇല്ലാത്ത ശ്യാമളാദണ്ഡകമുണ്ട്. ഞാനെന്നും ചൊല്ലുന്ന ഒരെണ്ണമാണ് കേട്ടോ. എനിക്ക് എന്തോ എൻ്റെ മനസ്സിലേക്ക് കൊച്ചിലേ മുതലുള്ള മാണിക്യ വീണാവലാളയന്തിമ്മദാലസ മഞ്ജുള വക്വിലാസ മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീം മാതംഗകന്യാം മനസ്സസ്മരാമി. അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകമുണ്ട്, മഹാലക്ഷ്മി സ്തവമുണ്ട്. ഇങ്ങനെ ദേവിയുടെ എന്തെങ്കിലുമൊക്കെ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഇങ്ങനെയൊക്കെ നമ്മൾ ധാരാളമായിട്ട് ചെല്ലണം. അത് വെറുതെ ചൊല്ലിയാൽ പോലെ അമ്മ എല്ലാത്തിനും നമ്മളെ സഹായിക്കും എന്നുള്ളത് ഈ
ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ഈ ദേവിയെ, ഏത് ദേവിയെല്ലാം പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന്, ഈ ദേവിയെ നമ്മൾ സ്മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ജപിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന, നമുക്കെന്താ വേണ്ടത് ജീവിതത്തിൽ? നമുക്ക് ഐശ്വര്യം വേണം, സമ്പത്ത് വേണം, സന്തോഷം വേണം, സമാധാനം വേണം, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ലക്ഷ്മി ദേവിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, യാതൊരു സംശയവും വേണ്ട. നമുക്ക് വീട് വേണോ? ലക്ഷ്മി കടാക്ഷം വേണം. വിദ്യാഭ്യാസം വേണോ? അതിനും ലക്ഷ്മി കടാക്ഷം വേണം. നമുക്ക് കാറ് വാങ്ങണോ? അതിനും ലക്ഷ്മി കടാക്ഷം വേണം. നമുക്ക് ഏത് ഐശ്വര്യം ഉണ്ടാകാനായിട്ടും ലക്ഷ്മി കടാക്ഷവും ലക്ഷ്മിയുടെ അനുഗ്രഹവും വേണം. അതുകൊണ്ട് നമ്മൾ ഒട്ടും അമാന്തം വിചാരിക്കരുത്. നമ്മൾ കഴിയുന്നിടത്തോളം ഈ കീർത്തനങ്ങളൊക്കെ ചൊല്ലുക. പിന്നെ ചിലർക്കൊരു സംശയം കാണും, വ്രതം വല്ലതും എടുക്കണമെന്ന്. വ്രതം നമ്മൾ സാധാരണ ഇങ്ങനെയുള്ളതിനൊക്കെ ഒരിക്കലാണ് എടുക്കുന്നത്. പക്ഷേ ഇതിപ്പം എടുക്കണമെന്ന് നിർബന്ധമില്ല എന്ന് തന്നെയല്ല. നമ്മളിപ്പം ഇന്നലെ ഗുരുവായൂർ ഏകാദശി നോക്കിയവരൊന്നും ഒരിക്കലും എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത്. കാരണം ഒരു വ്രതം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അത് പരിപക്വമായി. കാരണം നമ്മുടെ ശരീരത്തിന് ഊർജ്ജവും അതൊക്കെ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉടനെ തന്നെ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എടുക്കേണ്ട ആവശ്യമില്ല. എടുക്കേണ്ടവർക്ക് എടുക്കാം. ഈ ഒരു മാസത്തിൽ 2 വ്രതം തന്നെ ധാരാളമാണ് നമുക്ക്. നമ്മളുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ പറഞ്ഞല്ലോ ഊർജ്ജസ്വലതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ധാരാളം മതി. പിന്നെ വൈകുന്നേരമാകുമ്പോൾ, അന്നേരമാണ് നമ്മൾ കാർത്തിക വിളക്ക് കൊളുത്തുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ? എന്താ ബുദ്ധിമുട്ടുള്ളത്? സന്ധ്യയ്ക്ക് നിലവിളക്ക് നമ്മളെന്നും കൊളുത്തും. അതുപോലെ കൊളുത്തുക. 5 തിരിയിട്ട ഭദ്രദീപം കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം. അത് ചെയ്യാൻ പറ്റുന്നവരത് ചെയ്യുക. ഇല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ 2 തിരിയിട്ട് ഒക്കെ നമുക്ക് കൊളുത്താം. പിന്നെ എണ്ണയോ നെയ്യോ ഒഴിച്ച് വേണം കൊളുത്താൻ. അല്ലാതെ ഈ കടയിലൊക്കെ കിട്ടുന്ന വിളക്കെണ്ണ എന്ന് പറഞ്ഞതൊക്കെ അത് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിരാതുകൾ ഇഷ്ടംപോലെ കത്തിച്ച് വെക്കാം. ഇതെല്ലാം കത്തിച്ച് വയ്ക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു സങ്കല്പം വേണം കേട്ടോ. എനിക്കിത് വീഡിയോ പിടിച്ചിട്ട് ഇല്ലെങ്കിൽ ഇത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എൻ്റെ വീട്ടിലെ കാർത്തിക ദീപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷനുമായിട്ട് കൊടുക്കാനുള്ളതാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ, അത് വളരെ സന്തോഷമാണ്. പക്ഷേ ഇത് വൈകുന്നേരമാകുമ്പോഴത്തേക്കും ലക്ഷ്മി ദേവി നമ്മളുടെ ഗൃഹത്തിലേക്ക് വരുമെന്നാണ് ഒരു സങ്കല്പമുള്ളത്. ആ സമയത്ത് രാവിലെ മുതൽ നമ്മൾ ദേവീ നാമങ്ങൾ ചൊല്ലി ഇല്ലേ, ദേവീ ചിന്തകളോടുകൂടി അമ്മയുടെ അനുഗ്രഹം കിട്ടണേ എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് നമ്മൾ അതുവരെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ അമ്മയെ സ്വീകരിക്കാനായിട്ടാണ് ഇങ്ങനെ ഈ ദീപങ്ങളൊക്കെ നിറദീപങ്ങളൊക്കെ കൊളുത്തി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അമ്മ തീർച്ചയായിട്ടും വരും. വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരും. എന്തൊക്കെയാണ് മുമ്പേ പറഞ്ഞില്ലേ? ഐശ്വര്യം, സമ്പത്ത്. ഐശ്വര്യം എന്ന് പറയുമ്പോൾ എല്ലാ ഇതിലും പെടുമില്ലേ? നമ്മുടെ കുടുംബത്തിലെ സന്തോഷം, സമാധാനം, എല്ലായിടത്തും പോസിറ്റീവ് എനർജി നിറഞ്ഞു കഴിയും. ഒട്ടും സംശയിക്കേണ്ട, നമ്മുടെ കുടുംബമൊക്കെ എന്തായി അകം വൈകുണ്ഠമായിട്ട് മാറും. വികുണ്ഠതയില്ലാത്ത ഒരു ലോകമായിട്ട് നമ്മളുടെയൊക്കെ കുടുംബങ്ങൾ മാറും. അതല്ലേ നമുക്ക് ആവശ്യമുള്ളത്? അത് മാത്രം മതി നമുക്ക്. അതോടുകൂടി ബാക്കിയെല്ലാം നമ്മൾക്ക് താനേ വന്നു ചേരും. അപ്പോൾ ഈ കാർത്തിക ദിവസം, അതായത് നാളെ, നമുക്കിങ്ങനെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ തൃക്കാർത്തിക ആഘോഷിക്കാം, ആചരിക്കാം. അതോടുകൂടിയിട്ട് നമ്മളുടെ ജീവിതത്തിലെ എന്തെങ്കിലും വിഷമതകൾ ഇപ്പോഴുണ്ടെങ്കിൽ അതെല്ലാം പോകട്ടെ. അടുത്ത തൃക്കാർത്തിക ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ നല്ല എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാകട്ടെ. നമുക്ക് ആഗ്രഹം പലതും ഉണ്ടല്ലോ. ഒരു വണ്ടി വേണമെന്ന് വെച്ചാൽ അത് വാങ്ങാൻ സാധിക്കട്ടെ. അതുപോലെ എല്ലാം നമ്മളുടെ മക്കൾ, അതാണ് ഏറ്റവും പ്രധാനം. അവർക്ക് നല്ലൊരു ജോലി, ഇതൊക്കെയല്ലേ നമ്മളുടെ സ്വപ്നം. ഇല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം നന്നായിട്ട് മുന്നോട്ട് പോകണം. ഇതെല്ലാം നമ്മളുടെ ഈ ആഗ്രഹങ്ങളെല്ലാം തീർച്ചയായിട്ടും അമ്മ, ഭുവനൈക മാതാവായിട്ടുള്ള അമ്മ. കാരണം ഒരമ്മയ്ക്ക് മക്കൾ പറഞ്ഞാൽ ഒരിക്കലും അത് തട്ടിക്കളയാൻ പറ്റില്ല. ഒരിക്കലും തട്ടില്ലല്ലോ. കാര്യം അന്നേരം ഇച്ചിരി ദേഷ്യപ്പെട്ടാലും അടുത്ത നിമിഷം സാരമില്ല മക്കളെ, ഞാനത് നോക്കാം, ഞാൻ സാധിച്ചു തരുന്നു.
അമ്മയാണ് ഇരിക്കുന്നത്, ഒന്നും വിഷമിക്കേണ്ട, നമ്മൾ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും. ആ ഒരു കടാക്ഷം മതി. ഒന്ന് ആലോചിച്ച് നോക്കി, വൈകുന്നേരം നമ്മൾ ആ വിളക്കുകളൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ വളരെ വിശിഷ്ടയായ ഒരു അതിഥിയാണല്ലേ വരുന്നത്. നമ്മളെങ്ങനെയാണ് വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പരമാവധി നന്നായിട്ടെല്ലാം ഒരുക്കി എല്ലാം വീടൊക്കെ നന്നായിട്ട് മോടി പിടിപ്പിച്ചൊക്കെ ഇടും. അതുപോലെ തന്നെയാണ് ഈ ലക്ഷ്മി ദേവി നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോഴും നമ്മൾ അതേ ഭാവത്തോടു കൂടി, കാരണം ആ ദേവി നമ്മളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതെ, നമ്മളിപ്പം ഒരു പൂവ് അവിടെ വയ്ക്കുമ്പോഴും എന്താ പറഞ്ഞേ, അമ്മയെ സന്തോഷിക്കണേ, ഇല്ലെങ്കിൽ ഭഗവാനെ സന്തോഷിക്കണേ എന്ന് വിചാരിച്ചല്ലേ. ആ ഒരു സന്തോഷം, ഒന്നും വേണ്ട, ചിരിക്കൊന്നും വേണ്ട, ആ കൺകോണിലെ ഒരു ചെറിയ തിളക്കം, അത് മതി നമ്മളെ മുകളിലേക്ക് ഉയർത്താനായിട്ട്. ഇത്രമാത്രം പറയുന്നു. അപ്പം നാളെ എല്ലാവരും തൃക്കാർത്തിക നല്ല രീതിയിൽ ആഘോഷിക്കുക. വലിയ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കണം, അത്രയല്ലേ ഉള്ളൂ. കുറച്ച് നാമമൊക്കെ ജപിക്കുക, പിന്നെ ഈ കാർത്തിക വിളക്കും, ഇത് മാത്രം മതി. നമ്മളുടെ മനോഭാവമാണ് മാറേണ്ടത്. എല്ലാവർക്കും നല്ല ഒരു ദിവസമാവട്ടെ. നാളെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആ ലക്ഷ്മി ദേവി കടന്നു വരുമ്പോൾ എപ്പോഴും അമ്മയ്ക്ക് നമ്മളെക്കുറിച്ച് ഒരു കാരുണ്യം തോന്നട്ടെ. അതോടുകൂടി നമ്മളുടെയൊക്കെ ജീവിതം ശുഭമാവട്ടെ. എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മളുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ഷോട്ടും കൂടി ഇട്ട് നോക്കാം, ഇത് തന്നെ.